നമസ്കാരം. ഏഷ്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാണെങ്കിലും അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും ഏറെക്കുറെ ഫ്ലാറ്റ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് 0.59% ഉയരുകയും 24,000 മുകളിലേക്ക് റീഗെയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും ഏറെക്കുറെ ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. S&P 0.62%, നാസ്ഡാക്ക് ഡോ ജോൺസ് 0.54% ഇടിഞ്ഞിരുന്നു. ഏഷ്യൻ മാർക്കറ്റിൽ ഇന്ന് ശക്തമായ സെല്ലിംഗ് പ്രഷർ പ്രകടമായിട്ടുണ്ട്. ജപ്പാന്റെ ഇൻഡെക്സ് നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 6.67%, ജപ്പാന്റെ ഇൻഡെക്സ് 2.23%, ഓസ്ട്രേലിയൻ ഇൻഡെക്സ് 0.51% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു കോഷ്യസ് അപ്രോച്ചാണ് വേണ്ടത്. കോമഡിറ്റി മാർക്കറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വില $71 പെർ ബാരൽ എന്ന ലെവലിനടുത്തേക്ക് എത്തുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഇൻസുലേറ്റഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്ലാസ്ക് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ബോറോസിൽ രാജസ്ഥാനിൽ പുതിയൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ബോറോസിൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ കെയർ എന്ന റേറ്റിംഗ് ഏജൻസി TCIക്ക് A1 എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഓല ഇലക്ട്രിക് പുറത്തുവിട്ട ബിസിനസ് അപ്ഡേറ്റ് പ്രകാരം 2026 ഫിനാൻഷ്യൽ ഇയറിലെ Q4 കൂടുതൽ വെഹിക്കിളുകൾ കമ്പനിക്ക് സെൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 2027 ഫിനാൻഷ്യൽ ഇയറിലെ Q1 43,719 വെഹിക്കിളുകളാണ് വാഹൻ ഡേറ്റ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് 2026 ഫിനാൻഷ്യൽ ഇയറിലെ Q4 22,252 വെഹിക്കിൾസിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് ഓല ഇലക്ട്രിക് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കും. മറ്റൊരു സ്റ്റോക്ക് ബസാർ സ്റ്റൈൽ റീറ്റെയിൽ ആണ്. ബസാർ സ്റ്റൈൽ റീറ്റെയിൽ ബീഹാർ, ആസാം, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള 4ഓളം ഓപ്പറേഷണൽ സ്റ്റോറുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ബസാർ സ്റ്റൈൽ റീറ്റെയിൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ലിക്വിഡ് കൂളിംഗ് SFN സ്കിഡ് അസംബ്ലീസിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 6,000 പീസിൽ നിന്നും 9,000 പീസാക്കി കമ്പനി ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. കോൾ ഇന്ത്യ എന്ന കമ്പനിക്ക് ഉത്തർപ്രദേശിൽ 600 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഓപ്പറേഷണൽ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 2,831 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ടാറ്റ ടെക്നോളജി എന്ന കമ്പനി ടെന്നാക്കോ LLC എന്ന കമ്പനിയുമായി ചേർന്ന് $100 മില്യൺ ഒരു മൊബിലിറ്റി ട്രാൻസ്ഫോർമേഷൻ സ്ട്രാറ്റജിക് എൻഗേജ്മെൻറ്റിൽ ഒപ്പുവെച്ചതുകൊണ്ട് സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഗോൾഡിയം ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. 1:3 എന്ന റേഷ്യോയിൽ കമ്പനി ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബോണസ് എക്സിക്യൂഷൻ ഡേറ്റ് ആയിട്ട് 2026 ജൂലൈ 10 തീരുമാനിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് ഹീറോ മോട്ടോർ കോർപ്പാണ്. ഹീറോ മോട്ടോർ കോർപ്പ് 3,200 കോടി ആന്ധ്രാപ്രദേശിൽ തിരുപ്പതി ഗ്ലോബൽ പാർട്സ് സെൻറ്റർ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹീറോ മോട്ടോർ കോർപ്പ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഇന്ന് ചില കമ്പനികൾ അവരുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിലും ചില സ്റ്റോക്കുകളെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്ക് V2 റീറ്റെയിൽ പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ 58% വർദ്ധിച്ചു. സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 7.5% വർദ്ധിക്കുകയും കമ്പനി 57 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് V2 റീറ്റെയിൽ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. NMDCയുടെ ജൂൺ മാസത്തെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ 44% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 5.15 മില്യൺ ടണ്ണിലേക്ക് ഉയർന്നു. കൂടാതെ സെയിൽസിൽ 11% വളർച്ച വരികയും ചെയ്തു. ആഷ്യാന ഹൗസിംഗിൻ്റെ ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ 234 യൂണിറ്റ്സുകളുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. സെയിൽസ് പൊട്ടൻഷ്യൽ 1,800 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. V-മാർട്ടിൻ്റെയും ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ ഓപ്പറേഷണൽ റവന്യൂ 1,089 കോടിയായി ഉയർന്നു. 23% വളർച്ചയാണ് ഓപ്പറേഷണൽ റവന്യൂവിൽ വന്നിരിക്കുന്നത്. കൂടാതെ 15 പുതിയ സ്റ്റോറുകൾ കമ്പനി ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ഫോഴ്സ് മോട്ടോറിൻ്റെ മന്ത്ലി റിപ്പോർട്ടിൽ ഡൊമസ്റ്റിക് സെയിൽസ് 26% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 2,801 യൂണിറ്റിൽ നിന്നും 3,547 എത്തി. എക്സ്പോർട്ട് 76% ഉയരുകയും ചെയ്തു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റിൽ ഗ്രോസ് അഡ്വാൻസ് 17% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. ടോട്ടൽ ഡെപ്പോസിറ്റ് 11% വർദ്ധിച്ചു. കാസ ഡെപ്പോസിറ്റ് 14% വർദ്ധിച്ചു.
ഇന്ത്യൻ ബാങ്കിനെയും ജൂൺ മാസത്തെ ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാം. ടോട്ടൽ ഡെപ്പോസിറ്റിൽ 13% വർധനവും സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റിൽ 12% വർധനവും ഡൊമസ്റ്റിക് കാസ റേഷ്യോ 67 ബേസിസ് പോയിന്റ് ഉയരുകയും ഗ്രോസ് അഡ്വാൻസ് 13.9% ഉയരുകയും ചെയ്തു. കാനറ ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റിൽ ഗ്ലോബൽ ഡെപ്പോസിറ്റ് 11.7% വർദ്ധിച്ചപ്പോൾ ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് 10% വർദ്ധിച്ചു. ഗ്ലോബൽ അഡ്വാൻസ് 18% വർദ്ധിക്കുകയും ഡൊമസ്റ്റിക് അഡ്വാൻസ് 16.9% വർദ്ധിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്.